പ്ലസ് ബി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും എങ്ങനെ എൻ്റർ ചെയ്യാമെന്നെ കുറിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് രണ്ട് രൂപത്തിൽ വരുന്നുണ്ട്. ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും എമൗണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് വരുന്നത്, ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് നമ്മളെ സെയിൽസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. സെയിൽസിൽ ഡെബിറ്റ് നോട്ട് വരും. അതുപോലെ തന്നെ പർച്ചേസിൻ്റെ അണ്ടർ നമുക്ക് ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട് കാണാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെയിൽസ് റിട്ടേൺ ആൻഡ് പർച്ചേസ് റിട്ടേണിന് നമുക്ക് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും പറയാറുണ്ട്. ക്രെഡിറ്റ് നോട്ട് നമ്മൾ സെയിൽസ് റിട്ടേൺ ആയിട്ടും പർച്ചേസ് റിട്ടേണിന് ഡെബിറ്റ് നോട്ടായിട്ടും ചിലർ പറയാറുണ്ട്. അത് നമുക്ക് രണ്ട് രൂപത്തിലാണ് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്ന് ഐറ്റം ബേസും ഒന്ന് എമൗണ്ട് ബേസും. അതിൽ ഐറ്റം ബേസ് വരുന്ന ക്രെഡിറ്റ് നോട്ടിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിൽസ് റിട്ടേൺ ആയിട്ട് അടിക്കുന്നത്. അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേണും. എമൗണ്ട് ബേസിൽ നമുക്ക് വരുന്ന ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും നമുക്ക് സെയിൽസിന് അണ്ടറിൽ വരുന്ന ഡെബിറ്റ് നോട്ടും അതുപോലെ തന്നെ പർച്ചേസിന് അണ്ടറിൽ വരുന്ന ക്രെഡിറ്റ് നോട്ടും നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. നമ്മളൊരാൾക്ക് ഡിസ്കൗണ്ട് അലോഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊരു എമൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പർച്ചേസിന് അണ്ടറിലുള്ള ക്രെഡിറ്റ് നോട്ടിനകത്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്കീം ഡിസ്കൗണ്ട് അങ്ങനത്തെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ക്രെഡിറ്റ് നോട്ടായിട്ടും അതുപോലെ തന്നെ നമുക്ക് സപ്ലയർ തരുന്ന ക്രെഡിറ്റ് നോട്ട് നമ്മളിവിടെ ഡെബിറ്റ് നോട്ടുമായിട്ടാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്കൊരു ഐറ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊഡക്റ്റ് മാസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സർവീസ് ഹെഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാവുന്നതാണ്. ഈ സർവീസ് ഹെഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സ്കീം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം അക്കൗണ്ട് മാസ്റ്ററിൽ പോയിട്ട് പിന്നെ നമ്മൾ അക്കൗണ്ട് മാസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് മാസ്റ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ അല്ലെങ്കിൽ ട്രേഡിംഗ് ഇൻകം ആണോ അതിൻ്റെ അണ്ടറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനകത്ത് സ്കീം ഡിസ്കൗണ്ട് എന്നൊരു അക്കൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കീം ഡിസ്കൗണ്ട് എങ്ങനെ അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യാനതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ F3 എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ സെർച്ച് ചെയ്ത് കാണിച്ചത് ഞാൻ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് സ്കീം ഡിസ്കൗണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അണ്ടർ ഹെഡ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് അക്കൗണ്ടാണോ വേണ്ടത് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി പ്രൊഡക്റ്റ് മാസ്റ്റർ ക്ലിക്ക് ചെയ്യുക. സർവീസ് ഹെഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ സ്കീം ഡിസ്കൗണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സ്കീം ഡിസ്കൗണ്ട് എന്ന് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. F5 ബട്ടൺ പ്രസ് ചെയ്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സ്കീം ഡിസ്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ഇവിടെ സെർച്ച് ചെയ്യുക. ടോട്ടൽ ടാക്സ് പെർസെൻറ്റേജ് എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ട് ഈ സ്കീം ഡിസ്കൗണ്ടിന് ഫിക്സഡ് ആയിട്ട് എമൗണ്ട് ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഓരോ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടിലും അതല്ല സെയിൽസിൻ്റെ അകത്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ടാക്സ് പെർസെൻറ്റേജ്, അപ്പോൾ സ്കീം ഡിസ്കൗണ്ടിന് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ടാക്സ് പെർസെൻറ്റേജ് എത്രയാണെന്ന് കാണിക്കും. അതെല്ലാം നിങ്ങൾക്ക് ടാക്സ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇഗ്നോർ ചെയ്ത് പോകാവുന്നതാണ്. ടാക്സ് പെർസെൻറ്റേജ് ഞാൻ കൊടുക്കുന്നുണ്ട് 9%. ഇനി അതിന് HSM കൂടെ ഉണ്ടാവും. HSM കൂടെ നിങ്ങൾക്ക് നെറ്റ് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. HSM കൂടെ കറക്റ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. നമ്മളിവിടെ അടിച്ചിരിക്കുന്ന പർച്ചേസിന് അഗേൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഡെബിറ്റ് നോട്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസ് ക്ലിക്ക് ചെയ്യുക. പർച്ചേസിന് പ്രീവിയസ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ 37,760 രൂപയാണ് കസ്റ്റമർ ബില്ല് അടിച്ചിരിക്കുന്നത്. നമുക്ക് അവർ 35 രൂപയാണ് നമ്മളിപ്പോൾ ലെഡ്ജർ വൗച്ചർ ചെയ്യുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്തു. നമ്മൾ ആ സപ്ലയർ പേരോട് സെർച്ച് ചെയ്യുകയാണ്. 35,000 രൂപ ഇപ്പോൾ നമ്മൾ അവർക്ക് കൊടുത്ത മാതിരി കാണിക്കുന്നുണ്ട്. നമ്മൾ ലെഡ്ജർ എടുക്കുകയാണ്. ലെഡ്ജർ എടുത്തു, F5 അടിച്ചു. കാണിക്കുമ്പോൾ നമുക്കിവിടെ 2,760 രൂപ അവർ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. അതായത് ഡെബിറ്റ് നോട്ട് അടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ക്രെഡിറ്റ് നോട്ട് തന്നിട്ടുണ്ട് സപ്ലയർ. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് നോട്ട് അടിക്കുകയാണ്, ഡെബിറ്റ് നോട്ട് അടിക്കുകയാണ്. അപ്പോൾ നമുക്ക് സപ്ലയർ ക്രെഡിറ്റ് നോട്ടാണ് തരുന്നതെങ്കിൽ നമ്മളിവിടെ ഡെബിറ്റ് നോട്ട് എൻ്റർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നത് ക്രെഡിറ്റ് നോട്ടായിട്ട് എൻ്റർ ചെയ്യണം. ഇങ്ങനെയാണ് എൻട്രി വരിക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഡെബിറ്റ് നോട്ട് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെയിൽസിൽ ഡെബിറ്റ് നോട്ട്, നമ്മളിവിടെ പാർട്ടിയുടെ പേര് ഇവിടെ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ അവർ തരാൻ നമ്മൾ കൊടുക്കാനുള്ള ബാലൻസ് ഇവിടെ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നതായിരിക്കും. 2,760 രൂപ. അപ്പോൾ നമ്മളിവിടെ 2,760 രൂപ സ്കീം ഡിസ്കൗണ്ട് ആയിട്ട് എൻ്റർ ആയി തന്നെ സ്കീം ഡിസ്കൗണ്ടാണ്. സ്കീം ഡിസ്കൗണ്ട് എൻ്റർ ചെയ്യുകയാണ്. നമ്മളിവിടെ എത്രയാണ് എമൗണ്ട് വെച്ചാൽ നമ്മളിവിടെ അടിച്ചു കൊടുക്കുകയാണ്. 2,760.
60 രൂപ നമ്മൾ സ്കീം ഡിസ്കൗണ്ട് കിട്ടിയ എമൗണ്ട് നമ്മൾ അടിക്കുകയാണ്. അതിന് ടാക്സ് ഇല്ല. അപ്പോൾ ടാക്സ് ഞാൻ 0 ആക്കി. ഇനി ടാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് എന്ത് ചെയ്യാവുന്നതാണ്, ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. 15% ഇവിടെ അപ്ലൈ ചെയ്ത് നമ്മൾ ഓൾറെഡി പ്രൊഡക്റ്റിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ 18 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും, അത് അപ്ലിക്കബിൾ ആവുന്നതായിരിക്കും. നമുക്ക് ഈ ബില്ലിൽ ടാക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് 0 ആക്കാവുന്നതാണ്. 2760 രൂപ ഞാൻ ഡിസ്കൗണ്ട് ചെയ്തു. ഞാൻ സേവ് ചെയ്യും. പ്രിൻ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പ്രിൻ്റ് കൊടുക്കുന്നില്ല. ജഡ്ജർ എടുക്കുകയാണ്. ജഡ്ജർ എടുത്തു. നമുക്കിവിടെ കാണാം ഡെബിറ്റ് നോട്ട് അവരുടെ പേരിൽ നമ്മൾ എൻട്രി ചെയ്ത മാതിരി ഇവിടെ കാണുന്നതായിരിക്കും. അപ്പോൾ ഇതേ മെത്തേഡ് തന്നെയാണ് നമുക്ക് ക്രെഡിറ്റ് നോട്ട് വരുന്നത്. നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഡിസ്കൗണ്ട് അലോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, സെയിൽസിൽ ക്രെഡിറ്റ് നോട്ട്, ഡിസ്കൗണ്ട് മാത്രമല്ല നമുക്കിപ്പോൾ ക്രെഡിറ്റ് നോട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം, അത് ഐറ്റം അല്ലാതെ എമൗണ്ട് ആയിട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്കിതുപോലെ പ്രൊഡക്റ്റ് മാസ്റ്ററിൻ്റെ അകത്ത് സർവീസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്രെഡിറ്റ് നോട്ട് കൊടുക്കാവുന്നതാണ്.